ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സ്കിൻ DIY ചാലഞ്ച് ആണ്. ഈ ചാലഞ്ച് ഞാൻ എനിക്ക് വേണ്ടി തന്നെ വെച്ചതാണ് കേട്ടോ. കാരണം നമ്മൾ ഈ ഹോം റെമഡീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് എത്രമാത്രം റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. കാരണം ഹോം റെമഡീസ് ആണ്, മിനിമം ഒരു 7 ദിവസമെങ്കിലും എന്തായാലും ചെയ്യണം. അപ്പം ഞാനൊരു 3-4 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ മുഖത്ത് കുരുവൊക്കെ ഉള്ള സമയത്ത് ഞാൻ എല്ലാം യൂട്യൂബൊക്കെ കണ്ടിട്ട് എന്തും വാരി തേക്കുന്ന സമയത്ത് ഞാനൊരു ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫേസ് പാക്കിന് എനിക്ക് ഒത്തിരി കോംപ്ലിമെന്റ് ആ സമയം തൊട്ടേ കിട്ടുന്നുണ്ടായിരുന്നു. സ്കിൻ ബ്രൈറ്റൻ ആവുക അല്ലെങ്കിൽ ഒരു ഗ്ലോ, അതൊക്കെ പിമ്പിൾസ് മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ആ ഫേസ് പാക്ക് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് അതിന്റെ റിസൾട്ട്സ് ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്കും കൂടെ അതിന്റെ റിസൾട്ടും അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം എപ്പോഴും നമ്മളൊരു ഹോം റെമഡി ഷെയർ ചെയ്യാന്നല്ലാതെ അതിന്റെ ബിഫോർ ആഫ്റ്റർ കാര്യങ്ങളൊന്നും അങ്ങനെ ഷെയർ ചെയ്യാറില്ല. നമുക്ക് പണ്ട് ചിലപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് വിശ്വസിക്കാൻ പറ്റണമെന്നൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു DIY ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. റൈസിന്റെ ഒരു DIY ആണ്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും, വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതെങ്ങനെ യൂസ് ചെയ്യുന്നത്, അതിന്റെ ബിഫോർ ആഫ്റ്റർ വീഡിയോസ് ഒക്കെ ഇനി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേഗം പോയി കണ്ടു നോക്കൂ. അപ്പോൾ ഈ ഫേസ് മാസ്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് റൈസാണ് കേട്ടോ. ഇത് പച്ചരിയാണ്. പച്ചരി നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തെടുക്കുക. പിന്നെ നമുക്ക് പൊട്ടാറ്റോ വേണം. പൊട്ടാറ്റോയും റൈസ് വാട്ടറും ഈ അരിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നല്ല മാവ് പോലെ ആക്കിയിട്ട് അത് നമ്മൾ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഈ പിള്ളേർക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറുക്കിയെടുക്കണം. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ തിന്നാനുണ്ടാക്കുന്ന സാധനമാണെന്ന്. അങ്ങനെ തോന്നുമെങ്കിലും അതല്ല. എന്നിട്ട് ഏകദേശം ഈ ഒരു മിക്സായി വരുമ്പോൾ അതവിടെ വയ്ക്കുക. ദെൻ നമുക്ക് ഫ്ലാക്സ് സീഡ് ജെൽ ഉണ്ടാക്കണം. ഫ്ലാക്സ് സീഡ് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുക. ബോയിൽ ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ അത് നമ്മളൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ റൈസിൻ്റെ മിക്സും ഈ ഫ്ലാക്സ് സീഡ് ജെല്ലും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് മാസ്ക് റെഡിയായി. ദെൻ നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അത് ഒരു കൊഴുക്കട്ടയുടെ അത്രയും വലുപ്പം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എടുക്കാം. കാരണം ഞാനിതിപ്പോൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കൂടുതൽ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് വാട്ടർ അധികം ചേർക്കാത്തത്. അപ്പം നിങ്ങൾക്ക് റോസ് വാട്ടറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഭയങ്കര തിക്ക് പേസ്റ്റ് ആയിട്ട് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് ആദ്യത്തെ ദിവസം എന്ത് ചെയ്യുമ്പോഴും ഭയങ്കര ആകാംക്ഷയാണ്. അതുകൊണ്ട് ഞാൻ കഴുത്തിലും കയ്യിലൊക്കെ ഫസ്റ്റ് ഡേ യൂസ് ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും തോനെ എടുത്തത് കേട്ടോ. എന്നിട്ട് നമുക്കൊരു 10 to 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ഇത് നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ അപ്പം തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടാവും. ദെൻ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ഓരോ ദിവസത്തെയും ഞാൻ യൂസ് ചെയ്ത രീതികളാണ്. ഞാനൊരു 10 days ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തായിരുന്നു. അപ്പോഴാണ് അതിൻ്റെ ഒരു റിസൾട്ട് വിസിബിൾ ആവുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. എന്നാലും ഒരു 5ാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ തന്നെ നല്ല രീതിക്കൊരു ചേഞ്ച് കണ്ടു തുടങ്ങിയായിരുന്നു കേട്ടോ. ഇതൊരു നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ റൈസിൽ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, അതുപോലെ ന്യൂട്രീഷ്യൻസ് ഉണ്ട്. അപ്പോൾ സ്കിന്ന് ഭയങ്കര ഹൈഡ്രേറ്റ് ആക്കാനും അതുപോലെ സ്കിൻ ടോണ് മാനേജ് ചെയ്യാനും ഗ്ലോ തരാനും ഹെൽപ്പ് ചെയ്യും. അത് ഒത്തിരി പേർക്ക് അറിയാം. പിന്നെ നമ്മൾ ഡാർക്ക് സ്പോട്ടുകൾ കളയുന്നതിന് പൊട്ടാറ്റോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു അടിപൊളി റിസൾട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് കിട്ടിയേ. അപ്പോൾ 10 ദിവസത്തെ ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് അതിലൊരു ചെറിയ ചേഞ്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാവില്ലേ? അതായത് സ്കിന്ന് ബ്രൈറ്റൻ ആവുകയാണോ, ഗ്ലോ ആവുകയാണോ, റേഡിയൻസ് ആണോ എന്ന് എനിക്ക് അറിയില്ല. എന്തോ ആവുന്നുണ്ട്, പക്ഷെ നല്ലൊരു ചേഞ്ച് ഉണ്ട്. സ്കിന്ന് നല്ല തിളങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത് യൂസ് ചെയ്യുന്ന സമയത്തൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല റൈസ് ഒരു അടിപൊളി ഐറ്റാണെന്നൊന്നും. ഞാൻ വീട്ടിൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടല്ലേ അന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണല്ലോ അരി, അത് വെച്ചിട്ട് അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പം എനിക്കറിയാം ഈ കൊറിയൻ സ്കിൻ കെയറിലൊക്കെ മെയിനായിട്ട് അവർ യൂസ് ചെയ്യുന്നത് റൈസ് വാട്ടർ, റൈസിൻ്റെ മാസ്കുകൾ, അതുപോലെ ഫ്ലാക്സ് സീഡ് ജെല്ലൊക്കെയാണ്. പൊട്ടാറ്റോ നമ്മളുടെ ഈ ഡാർക്ക് സ്പോട്ടുകളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഫ്ലാക്സ് സീഡ് ജെല്ല് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അതിനെക്കുറിച്ച് എനിക്ക് അറിയുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് ആഡ് ചെയ്തതാണ് ഫ്ലാക്സ് സീഡ് ജെല്ല്. ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നത് റൈസും പൊട്ടാറ്റോ മാത്രം വെച്ചിട്ടായിരുന്നു. അപ്പോൾ എനിവേ എന്തായാലും നല്ലൊരു ചേഞ്ച് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ അടിപൊളിയാണ്. കാരണം വേറെ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. പക്ഷെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, അത് എല്ലാ ഹോം റെമഡീസിലും കേട്ടോ, നമ്മളിത് മുഖത്തൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ക്രീം പോലെ അത് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. ചിലപ്പോൾ ഇങ്ങനെ മേല് മൊത്തം നരയും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കട്ട അവിടെ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്ന സമയത്തും പറഞ്ഞായിരുന്നു, നാച്ചുറൽ റെമഡീസിന് നമ്മൾ വേറെ ക്രീം ബേസ് പാക്കറ്റ് ക്രീമുകളിലേക്കൊക്കെ
സ്വിച്ച് ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ്. ഇപ്പം നമുക്ക് യൂസ് ചെയ്യാനുള്ള കംഫർട്ടബിലിറ്റിയാണ് നമ്മൾ എപ്പോഴും നോക്കുക. ഇപ്പം ഈ ഒരു ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഞാനൊരു 10 ദിവസം വീട്ടിലിരിക്കുന്ന 10 ദിവസം നോക്കിയിട്ടാണ് ചെയ്തത്. കാരണം നമുക്ക് പുറത്ത് പോകുമ്പോൾ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സാധനം കൊണ്ട് നടക്കാനൊന്നും പറ്റില്ലല്ലോ. കാരണം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ എപ്പോഴും ഇരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പോകുന്നിടത്തേക്ക് നമുക്കിത് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ വേണം. അപ്പോൾ അതൊന്നും നടക്കാൻ പോണില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ക്രീമുകളിലേക്കൊക്കെ സ്വിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ ഹോം റെമഡീസിന് പൊതുവെ. എന്നാലും കിട്ടുന്ന റിസൾട്ട് നമ്മൾ പറയില്ലേ ജെന്യുവിൻ ആയിരിക്കും എന്നൊക്കെ പറയുന്ന പോലെ നല്ല രീതിയിലുള്ള റിസൾട്ട് ആയിരിക്കും. അത് പെട്ടെന്ന് ഫെയ്ഡ് ആവാത്തതായിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നത് ഒന്നല്ലെങ്കിൽ നമ്മളുടെ ടാൻ റിമൂവ് ആവുന്നതായിരിക്കും. ഈ റൈസിൽ ഒത്തിരി ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മുടെ ടാൻ റിമൂവ് ആയി സ്കിൻ ഒന്ന് ബ്രൈറ്റൻ അപ്പ് ആക്കുന്നുണ്ടായിരിക്കും. എനിവേ എന്തായാലും നല്ലൊരു ഫേസ് പാക്ക് ആണ്. എനിക്കതിന് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടിയതുകൊണ്ട് ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. വീട്ടിലുള്ള സമയങ്ങളിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ വരുന്ന സമയങ്ങളിൽ ഒരു 7 ദിവസം മുന്നേ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യും. ഞാനിത് യൂസ് ചെയ്തത് ചില ദിവസങ്ങളിൽ രാവിലെ, ചില ദിവസങ്ങളിൽ രാത്രി എന്നുള്ള രീതിയിലാണ് യൂസ് ചെയ്തത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഡേ മാത്രമാണ് കയ്യിലും കഴുത്തിലൊക്കെ ഇടാൻ എനിക്ക് പറ്റിയുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത് മടിയായി. കാരണം കയ്യിൽ നിന്നൊക്കെ ഇത് കളയാൻ ഇങ്ങനെ നമ്മൾ പിടിച്ചു നിൽക്കണം. നമുക്ക് എവിടെയും കൈ വെക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറഞ്ഞ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ മുഖത്ത് മാത്രമായിരുന്നു ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ പിന്നെ മുഖത്ത് ഇടയ്ക്ക് കഴുത്തിലും ആഡ് ചെയ്യും. എനിക്ക് കയ്യിലും കൂടെ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ കൈ ടാൻ അടിച്ച് പണ്ടാരടങ്ങിയിരിക്കുകയാണ്. കയ്യിൽ എനിക്ക് ഈ മഞ്ഞപ്പൊടി പോലുള്ള പൊടികൾ എന്തെങ്കിലും തേക്കാനേ പറ്റും. ഇങ്ങനത്തെ റൈസ് പോലുള്ള കട്ട പോലുള്ള ഐറ്റം തേക്കുമ്പോൾ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾ സ്കിൻ ബ്രൈറ്റൻ ആക്കണം, അല്ലെങ്കിൽ സ്കിന്നിന് ഒരു ഗ്ലോ വേണം, റേഡിയൻസ് വേണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണ് നിങ്ങൾക്ക് ഈ കെമിക്കൽ ബേസ്ഡ് ക്രീംസ് ഒന്നും മേടിച്ച് യൂസ് ചെയ്യാനുള്ള ഫണ്ടും ഇല്ല, അല്ലെങ്കിൽ താല്പര്യവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലുള്ള ഈ ഐറ്റംസ് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് പറഞ്ഞത്. ഇനി ഇത് വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കമൻറ്റ് ഇടുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് ഞാൻ ഫേക്ക് ചെയ്യാണെന്ന്. എനിക്ക് ജെന്യുവിൻ, അതായത് റിസൾട്ട് കിട്ടുമോ കിട്ടില്ലെന്ന് നിങ്ങളടുത്ത് പറയാൻ വേണ്ടി വന്നത്. കിട്ടിയില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും അടിപൊളി ഐറ്റം ആണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ ആ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ബെൽ ബട്ടൺ കൂടെ അമർത്തിയേക്ക്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.